ലോക്കൽ വിൻസ് പ്രാദേശികവാദങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലോക്കൽ വിൻഡ് എന്താണ് ലോക്കൽ വിൻഡ്? ഒരു ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ലോക്കൽ വിൻഡ്സ് ഏതൊക്കെയാണ്? ലൂ, കാൽബൈശാഖി, മാംഗോ ഷവർ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ലോക്കൽ വിൻഡ്സ് ഏതൊക്കെയാണ്? ലൂ, കാൽബൈശാഖി, മാംഗോ ഷവർ. ഇനി നമുക്ക് ഓരോ വിൻഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ, ലൂ. ലൂ എന്ന വിൻഡ് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ആണ്. ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസിലാണ്. അതായത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് ലൂ വിൻഡ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ലൂ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ആണ്. ഇത് അനുഭവപ്പെടുന്നത് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസിലാണ്. പിന്നെ ലൂ എന്ന വിൻഡ് എഫക്റ്റ് ചെയ്യുന്ന മന്ത് എന്ന് പറയുന്നത് മെയ് ആൻഡ് ജൂൺ ആണ്. അപ്പോൾ ലൂ എന്ന വിൻഡ് ഏത് മാസത്തിലാണ് അനുഭവപ്പെടുന്നത്? മെയ് ആൻഡ് ജൂൺ. ഇനി നമുക്ക് അടുത്ത വിൻഡിനെ കുറിച്ച് നോക്കാം. കാൽബൈശാഖി. ഇടിമിന്നലോട് കൂടിയ മഴയാണ് കാൽബൈശാഖി. ഇത് അനുഭവപ്പെടുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ്. കാൽബൈശാഖി അനുഭവപ്പെടുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ്. നോർവെസ്റ്റേഴ്സ് എന്നും കാൽബൈശാഖി അറിയപ്പെടുന്നു. നോർവെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വിൻഡ് ഏതാണ്? കാൽബൈശാഖി. പിന്നെ ആസാമിലെ ബോർഡോയിസില എന്നും കാൽബൈശാഖി അറിയപ്പെടുന്നു. ആസാമിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബോർഡോയിസില. ഏപ്രിൽ മെയ് മാസത്തിലാണ് കാൽബൈശാഖി ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മാംഗോ ഷവറിനെ കുറിച്ച് നോക്കാം. മാംഗോ ഷവർ എന്നറിയപ്പെടുന്ന വിൻഡ് മാർച്ച് മെയ് മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഇത് കേരള കർണാടക റീജിയനിലാണ് ഉണ്ടാകുന്നത്. മാംഗോ ഷവർ ഏത് റീജിയനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കേരള കർണാടക റീജിയനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അവിടെ മാംഗോ പോലുള്ള ഫ്രൂട്ട്സ് പാകമാകാൻ ഈ മാംഗോ ഷവർ കാരണമാകുന്നു. അതുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന് ഈ കാറ്റിനെ പേരിട്ടത്. സമ്മർ സീസണിൽ ആണ്, അതായത് മാർച്ച് മെയ് മാസത്തിലാണ് ഈ കാറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മാംഗോ ഷവർ എന്ന് പറയുന്ന വിൻഡ് സമ്മർ സീസണായ മാർച്ച് മെയ്യിലാണ് ഉണ്ടാകുന്നത്. കേരള കർണാടക റീജിയനെയാണ് ഇത് ബേസിക്കായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. മാംഗോസ് ഒക്കെ പാകാവാനായിട്ട് ഈ കാറ്റ് കാരണമാകുന്നു. ഇനി ചിനൂക്ക് എന്ന വിൻഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ചിനൂക്ക് എന്നത് ഒരു വാം ആൻഡ് ഡ്രൈ വിൻഡ് ആണ്. ഒരു വാം ആൻഡ് ഡ്രൈ വിൻഡ് ആണ് ചിനൂക്ക്. നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ എവിടെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യണത്? നോർത്ത് അമേരിക്ക അല്ലേ? അപ്പോൾ ചിനൂക്ക് എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഏരിയ ആണ് നോർത്ത് അമേരിക്ക. അപ്പോൾ പർവ്വതനിരയിലെ മഞ്ഞുരുകി മാറ്റുന്നതിനാൽ സ്നോ ഈറ്റർ എന്നും ചിനൂക്ക് അറിയപ്പെടുന്നു. ചിനൂക്കിന്റെ മറ്റൊരു പേരെന്താണ്? സ്നോ ഈറ്റർ. പിന്നെ കാനഡ, USA എന്നിവിടങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ചിനൂക്ക് പ്രയോജനപ്പെടുന്നു. അപ്പോൾ ചിനൂക്കിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊരു വാം ആൻഡ് ഡ്രൈ വിൻഡ് ആണ്. നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഇതിനെ സ്നോ ഈറ്റർ എന്നും പറയപ്പെടുന്നു. പിന്നെ കാനഡ, USA എന്നിവിടങ്ങളിലെ ഗോതമ്പ് കൃഷിക്കും ചിനൂക്ക് പ്രയോജനപ്പെടുന്നു. ഇനി നമുക്ക് ഫൊൻ വിൻഡിനെ കുറിച്ച് നോക്കാം. ഫൊൻ എന്നുള്ളത് ഒരു വാം ആൻഡ് ഡ്രൈ വിൻഡ് ആണ്. ഒരു വാം ആൻഡ് ഡ്രൈ വിൻഡ് ആണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ എന്നുള്ളത്. മുന്തിരിക്കുലകൾ പാകമാകാൻ ഹെൽപ്പ് ചെയ്യുന്ന വിൻഡാണ് ഫൊൻ എന്നുള്ളത്. നെക്സ്റ്റ് വിൻഡാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ചെറി ബ്ലോസം എഫക്റ്റ് ചെയ്യുന്നത് ഏത് റീജിയനെയാണ്? കർണാടക. കർണാടകയിലാണ് ചെറി ബ്ലോസം എഫക്റ്റ് ചെയ്യുന്നത്. ഇത് കാപ്പി കൃഷിക്ക് അനുയോജ്യമാണ്. ചെറി ബ്ലോസം എന്ന വിൻഡ് കാപ്പി കൃഷിക്ക് അനുയോജ്യമാണ്. ഇനി നെക്സ്റ്റ് വിൻഡാണ് സിറോക്കോ വിൻഡ് എന്ന് പറയുന്നത്. സിറോക്കോ എന്ന് പറയുന്നത് ഒരു വാം ആൻഡ് ഹ്യൂമിഡ് വിൻഡ് ആണ്. സിറോക്കോ എന്ന് പറയുന്നത് ഒരു വാം ആൻഡ് ഹ്യൂമിഡ് വിൻഡ് ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സഹാറ ഡിസേർട്ടിൽ നിന്നുമാണ്.
സിറോക്കോ എന്ന വിൻഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സഹാറ ഡിസേർട്ടിൽ നിന്നുമാണ്. സഹാറയിൽ നിന്നും മെഡിറ്ററേനിയൻ സീയിലൂടെ ഏത് റീജിയനെ എഫക്റ്റ് ചെയ്യുന്നു? സദേൺ യൂറോപ്പിലേക്ക് എഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വിൻഡാണ് സൊളാനോ വിൻഡ്. ഇതൊരു ഹോട്ട് ആൻഡ് മോയിസ്റ്റ് വിൻഡാണ്. സഹാറ മരുഭൂമിയിൽ നിന്നും ഐബീരിയൻ ഉപദ്വീപിലേക്ക്, പ്രത്യേകമായി സ്പെയിനിലേക്ക് വീശുന്നു. ഹർമാറ്റൻ. ഹർമാറ്റൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആൻഡ് ഡസ്റ്റി വിൻഡാണ്. ഇത് സഹാറ ഡിസേർട്ടിൽ നിന്നും ഒറിജിൻ ചെയ്ത് വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് വീശുന്നു. സഹാറ ഡിസേർട്ടിൽ നിന്നും വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് വീശുന്നു. ഡോക്ടർ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വിൻഡാണ് ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന വിൻഡാണ് ഹർമാറ്റൻ. ഇനി അടുത്ത വിൻഡാണ് മിസ്ട്രൽ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും മെഡിറ്ററേനിയൻ കടലിലേക്കാണ് മിസ്ട്രൽ വീശുന്നത്. എന്തിലൂടെ? റോൺ താഴ്വരയിലൂടെ. അപ്പോൾ ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും മെഡിറ്ററേനിയൻ കടലിലേക്ക് റോൺ താഴ്വരയിലൂടെ വീശുന്ന കാറ്റാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വിൻഡാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. നോർവെസ്റ്റർ എഫക്റ്റ് ചെയ്യുന്ന റീജിയൻസ് ഏതൊക്കെയാണ്? ന്യൂസിലൻഡും ബംഗ്ലാദേശും പിന്നെ ഇന്ത്യയുടെ ചില സ്ഥലങ്ങളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബംഗാൾ, ബീഹാർ, ആസാം തുടങ്ങിയ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നോർവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്ന റീജിയൻസ് ആണ് ന്യൂസിലൻഡ്, ബംഗ്ലാദേശ്, പിന്നെ ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളായ ബംഗാൾ, ബീഹാർ, ആസാം തുടങ്ങിയവയെയും ഈ നോർവെസ്റ്റേഴ്സ് എഫക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വിൻഡ് നോക്കാം. ഗാംസിൻ വിൻഡ്. ഈജിപ്തിൽ വീശുന്ന ഡ്രൈ വിൻഡാണ് ഗാംസിൻ എന്ന് പറയുന്നത്. ഈജിപ്തിൽ വീശുന്ന ഡ്രൈ വിൻഡാണ് ഗാംസിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വിൻഡാണ് ബോറ വിൻഡ്. ബോറ വിൻഡ് എവിടെയാണ്, ഏത് റീജിയനാണ് എഫക്റ്റ് ചെയ്യുന്നത്? കിഴക്കൻ യൂറോപ്പിൻ്റെയും അഡ്രിയാറ്റിക് തീരപ്രദേശങ്ങളുടെയും ചില ഭാഗങ്ങളെ ബാധിക്കുന്ന ശക്തമായ കാറ്റാണ് ബോറ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കൻ യൂറോപ്പിൻ്റെയും അഡ്രിയാറ്റിക് തീരപ്രദേശങ്ങളുടെയും ചില ഭാഗങ്ങളെ ബാധിക്കുന്ന കാറ്റാണ് ബോറ വിൻഡ് എന്ന് പറയുന്നത്. ഈ തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഒരു പ്രധാന തീരപ്രദേശമാണ് ഈ അഡ്രിയാറ്റിക് തീരം എന്നൊക്കെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വിൻഡാണ് എലിഫൻ്റ വിൻഡ്. എലിഫൻ്റ വിൻഡ് എന്ന് പറയുന്നത് വീശുന്നത് ഇന്ത്യയുടെ മലബാർ തീരത്തു കൂടിയാണ് ഇത് മെയിനായിട്ടും വീശുന്നത്. എലിഫൻ്റ വിൻഡ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന റീജിയൻ ഏതാണ്? മലബാർ തീരം, ഇന്ത്യയുടെ മലബാർ തീരം. ഇനി നമ്മൾ നോക്കുന്നത് ലെവൻഡർ എന്നറിയപ്പെടുന്ന വിൻഡാണ്. ലെവൻഡർ എന്ന വിൻഡ് മെഡിറ്ററേനിയൻ കടലിലൂടെ ഫ്രാൻസ്, സ്പെയിൻ എന്നീ റീജിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലെവൻഡർ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ റീജിയൻസ് ഏതൊക്കെയാണ്? ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയവ. ഇനി ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയത്, നമ്മൾ സിറോക്കോ എന്നുള്ള ഒരു വിൻഡിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആ വിൻഡ് അറിയപ്പെടുന്ന ഒരു പേരാണ് ബ്ലഡ് റെയിൻ എന്നുള്ളത്. അപ്പോൾ സിറോക്കോ എന്ന വിൻഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലഡ് റെയിൻ എന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ സിറോക്കോ എന്നുള്ള വിൻഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്ന? സഹാറ ഡിസേർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ സഹാറ ഡിസേർട്ടിൽ നിന്നുള്ള ഈ ചുവപ്പ് നിറമുള്ള മണൽത്തരികളൊക്കെ അത് കൊണ്ടുപോയിട്ട് ഇത് മേഘങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് മഴയായിട്ട് വരുമ്പോൾ ഈ മഴയ്ക്ക് എന്ത് കളറായിരിക്കുക? ചുവപ്പോ തവിട്ടോ ഒക്കെ പോലുള്ള കളറുകളായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതൊരു ബ്ലഡിൻ്റെ പോലെ തോന്നണ കാരണമാണ് ഇതിനെ ബ്ലഡ് റെയിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു എഫക്റ്റ് ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് കാണാറുള്ളത്. ഈ ചിലപ്പോൾ ഈ യൂറോപ്യൻ ഏരിയകളിലും ഈ ഒരു പ്രതിഭാസം കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇനി ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.